നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി കണ്ടിട്ടെന്ന് ഒരുപാട് ആളുകൾ പറയുന്നു. ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഏപ്രിൽ 14 തീയതിയാണ് വിഷു വരുന്നത്. ഇന്ന ദിവസം മേടം 1 തീയതിയാണ്. മീനമാസം എന്ന് പറയുന്നത് വസന്തകാലമാണ് എങ്കിൽ മേടത്തിലേക്ക് വരുമ്പോൾ ഗ്രീഷ്മകാലമായി മാറുകയാണ്. നമുക്കറിയാം, ഗ്രീഷ്മകാലം എന്ന് പറയുന്നത് ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതായത് പൂക്കാലം കഴിഞ്ഞിട്ട് പൂക്കളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് ഗ്രീഷ്മകാലത്തെ പറയുക. അതുകൊണ്ട് തന്നെ കാർഷിക വിളകളുടെ ഒരു ഉത്സവമായിട്ടാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. അപ്രകാരം മേടം 1 തീയതി മുതൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല തുടക്കത്തിനും അടുത്ത മേടം 1 വരെ ശുഭഫലങ്ങൾ ലഭിക്കുമെന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ദിവസം മുതൽ വരുന്ന മേടമാസം 1 തീയതി വരെയുള്ള ഓരോ നക്ഷത്രക്കൂറുകാരുടെയും നക്ഷത്രഫലം അഥവാ വിഷുഫലമാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ മറുപടി കഴിവതും അതായത് നക്ഷത്രക്കൂറുകാരെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഫലം നിങ്ങൾ ശ്രവിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കൂറുകാരുടെയും ഗുണഫലങ്ങളാണ് കൂടുതലും പറയുന്നതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. വിഷുവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അത്തരം വീഡിയോസുകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. എപ്പോഴും നമ്മൾ ഐതിഹ്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ പലർക്കും ബോറടിക്കും. വിഷുവിൻ്റെ ഐതിഹ്യമൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് തന്നെ കരുതുകയാണ്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് വിഷു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഒരു വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിഷുഫലത്തിലേക്ക് കടക്കുന്നത്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭോഗം വരുന്ന മേടക്കൂറുകാർക്ക് വിഷുഫലം വളരെയേറെ ശുഭകരമായിട്ടാണ് കാണുന്നത്. ഈ നക്ഷത്രക്കൂറിൻ്റെ 2ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുകയും 12ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് വിഷുവിൻ്റെ 1 തീയതി മുതൽ മുന്നോട്ടേക്ക് ഒരു വർഷക്കാലം കൂടുതലും ശുഭഫലങ്ങളാണ് മേടക്കൂറുകാർക്ക് കാണുന്നത്. സാമ്പത്തിക പുരോഗതിയും ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറി ശുഭകരമായ ജോലി വരാനുമുള്ള സാധ്യതയും ഒക്കെ വിഷുഫലത്തിലൂടെ കാണുന്നു. മാത്രവുമല്ല, മംഗളകരമായ പല കാര്യങ്ങളും ഭവനത്തിൽ നടക്കാനുള്ള യോഗഭാഗ്യങ്ങളും ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന സമയമൊക്കെ ആയിട്ടാണ് ഈ ഒരു വിഷുക്കാലം വരുന്നത്. ഈ വിഷു സമയത്ത് ഉണ്ടാകുന്ന ശുഭഫലങ്ങൾ ഒരു വർഷക്കാലം ഇവർക്ക് നീണ്ടു നിൽക്കും എന്നുള്ളത് കൊണ്ട് ഏഴരശനിയുടെ കാഠിന്യം കാര്യമായി ഈ നക്ഷത്രക്കൂറുകാരെ ബാധിക്കാൻ സാധ്യതയില്ല. എന്നാൽ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സംസാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഏഴരശനി വരുന്ന സമയത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതൊരു കാലദോഷം വന്നാലും ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ കർമ്മദോഷങ്ങൾ അതായത് നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത്തരത്തിലുണ്ടാകുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും. അത്തരം ആളുകൾ അവരവരുടെ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തി ജാതകം പരിശോധിച്ച് ദോഷഫലങ്ങളില്ലാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകണം. എന്നാൽ പൊതുവായിട്ട് വിഷുഫലം പരിശോധിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് സൗഭാഗ്യകാലമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് നേടാൻ കഴിയും. പലരുടെയും ജീവിത മാർഗമായി മാറാനും പലർക്കും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ഉന്നത അധികാരം കൈയാളാനുമൊക്കെയുള്ള സാധ്യത ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ട്. ദേവകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശുഭഫലങ്ങൾ നേടാനുമൊക്കെ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നൊരു സമയമാണ്. ഇതിൽ ഭാഗ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ദേവകർമ്മങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഏഴരശനി ബാധിക്കില്ല. മാത്രവുമല്ല, വിഷുഫലപ്രകാരം ലഭിക്കേണ്ടുന്ന എല്ലാ ശുഭകാര്യങ്ങളും അവർക്ക് നേടാനും കഴിയും. എന്നാൽ ഏഴരശനിയുടെ കാഠിന്യം കൂടുതലുള്ള ആളുകൾക്ക് അവരവരുടെ ജാതകം പരിശോധിച്ച് തക്കതായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതായിട്ടുമുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ശനി മാറ്റത്തെക്കുറിച്ച് നിരവധി എപ്പിസോഡുകൾ ചെയ്തിരുന്നു. മാർച്ച് 29-ന് ശനി മാറിയ സമയത്ത് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഓരോ നക്ഷത്രക്കൂറുകാർക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അനുഭവത്തിലൂടെ സാധിക്കേണ്ടതുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മളിതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ തോന്നിയേക്കാം. പണ്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ അവരവരുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിലെ ശരിയെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല കാര്യങ്ങൾ നേടാനും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുവിൽ മേടക്കൂറുകാരുടെ ഭാഗ്യം തെളിയുന്നൊരു സമയമാണ് വിഷുക്കാലം എന്നാണ് കാണുന്നത്. മേടം 1 തീയതി മുതൽ തന്നെ അത്തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്.
എന്നാൽ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, വിഷുവിൻ്റെ അന്നേ ദിവസം ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നക്ഷത്രക്കുറുകാർ ശ്രമിക്കേണ്ടതുണ്ട്. ശുഭകരമായ കണി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ശുഭവസ്തുക്കൾ വാങ്ങുന്നതിന് ഈ ദിനം നല്ലതാണ്. പൊതുവിൽ ഏതൊരു നല്ല കാര്യത്തിനും തുടക്കം കുറിക്കാൻ ഈ ദിവസം മേടക്കുറുകാർ ശ്രമിച്ചാൽ ഭാവിയിലേക്ക് കൂടുതൽ ശുഭഫലങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും. നല്ല മനസ്സിന് ഉടമകളായി തീരുക എന്നുള്ളതാണ് കലിയുഗത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്ന് പറയാറുണ്ട്. കാരണം കലി ബാധിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് പെട്ടെന്ന് ദേഷ്യം വരാനും മറ്റുള്ളവരുടെ മോശമായി പെരുമാറാനും ഒക്കെയുള്ള സാധ്യത ഒട്ടുമിക്ക നക്ഷത്രക്കുറുകാർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലും ക്ഷമയോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു കാലയളവായിട്ടും കൂടി, അതായത് വിഷു 1-ാം തീയതി മുതൽ അടുത്ത വിഷു വരെയുള്ള കാലത്തെ മേടക്കുറുകാർക്ക് കാണാം. മറ്റെല്ലാ രീതിയിലും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കുറുകാർക്ക് ഈ വിഷുക്കാലത്ത് വന്നു ചേരുമെന്ന് തന്നെയാണ് വിഷുഫലത്തിലൂടെ കാണുന്നത്. പല ആളുകളും അവരവർക്ക് വരുന്ന ചെറിയ ചെറിയ നെഗറ്റീവുകളെ മാത്രം ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വിഷുക്കാലം മനോഹരമായൊരു കാലമാക്കി മാറ്റാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് കഴിയും. എല്ലാ നക്ഷത്രക്കാരും ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തള്ളിക്കളയുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പരിശ്രമം ചെയ്യുക, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക, മനസ്സിന് നിയന്ത്രണം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും വ്യായാമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ശാരീരിക കാര്യങ്ങളിൽ ക്ലേശങ്ങൾ വരാതിരിക്കാൻ പ്രാർത്ഥന ആവശ്യമാണ്. എന്നിരുന്നാലും ഇവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും കൂടുതൽ ഈശ്വരാനുഗ്രഹം ഈ ഒരു കാലയളവിൽ ഉണ്ടാവാനുള്ള സാധ്യത നക്ഷത്രഫലത്തിലൂടെ കാണുന്നു. ഇനി നമുക്ക് ഇടവക്കുറുകാരെ കുറിച്ച് നോക്കാം. കാർത്തികയുടെ അവസാനത്തെ 47 രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഈ 3 നക്ഷത്രക്കാർക്കും മഹാഭാഗ്യയോഗമാണ് വിഷുഫലത്തിലൂടെ കാണുന്നത്. പ്രധാനമായിട്ടും 2 വർഷക്കാലമായിട്ട് ഇവർ അനുഭവിച്ചിരുന്ന പല ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കാണേണ്ടത്. സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിച്ച് ധനപുരോഗതി നേടാൻ ഈ വിഷുക്കാലത്ത് ഇവർക്ക് കഴിയും. വിഷു 1-ാം തീയതി മുതൽ ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കുറുകാരുടെ ഏറ്റവും ഭാഗ്യമായ സമയമാണ്. ഇതിന് ഈ നക്ഷത്രക്കുറുകാർ ചെയ്യേണ്ടത് അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകുക. എന്തായിരുന്നാലും കണ്ടകശിനിയൊക്കെ മാറി ശുഭസമയമായിട്ടാണ് ഈ സമയത്ത് ഈ നക്ഷത്രക്കുറുകാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കുറച്ച് കാലമായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ കൊണ്ട് പലതരത്തിലുമുള്ള പ്രയാസങ്ങളിലൂടെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അത്തരം ആളുകൾക്ക് ആ ഒരു മനസ്ഥിതി മാറ്റിയെടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ആവശ്യമാണ്. എങ്കിലും തുടർന്ന് മുന്നോട്ടേക്ക് ഈ നക്ഷത്രക്കുറുകാർക്ക് ശുഭകാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. 11-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം നടക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലാഭം കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രകാരം ചിന്തിക്കുമ്പോൾ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനപുരോഗതി ഉണ്ടാകും. എല്ലാറ്റിനും ഉപരിയായിട്ട് വ്യാഴം നക്ഷത്രരാശിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർഗാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതിലൂടെ സാമ്പത്തിക അപൂർത്തിയും ഐശ്വര്യവും നേടാനും ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും. ആത്മീയ തലത്തിൽ ശോഭിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. ഉല്ലാസയാത്രകൾ, അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനുള്ള യോഗങ്ങൾ, തീർത്ഥാടന യാത്രകൾ എന്നിവയ്ക്ക് ഈ സമയത്ത് യോഗഭാഗ്യങ്ങളുണ്ട്. മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളെയും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നൊരു കാലയളവായിട്ട് ഈ ഒരു വർഷക്കാലത്തെ കാണേണ്ടതുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷുവിന് ശേഷമുള്ള സമയം ശുഭസമയമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിശ്രമിച്ചാൽ ശുഭഫലങ്ങൾ നേടാൻ കഴിയും. എന്നാൽ പൊതുവായിട്ടുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഓരോ കർമ്മം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മതി. കുറച്ച് നാളുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ടേക്ക് ശുഭകരമായി പോകാൻ ഇടവക്കുറുകാർക്ക് സാധിക്കും. ഏത് രീതിയിലുള്ള ദോഷങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന സമയമായിട്ടും ദേവപ്രീതി കൂടുതൽ നേടാൻ കഴിയുന്ന സമയവുമായിട്ടാണ് ഈ വിഷുക്കാലം ഈ നക്ഷത്രക്കുറുകാർക്ക് വരുന്നത്. കഴിവതും വിഷുവിന് 1-ാം തീയതി തന്നെ ശുഭകാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ ഈ നക്ഷത്രക്കുറുകാർ ശ്രമിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും ശ്രമിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. സാമ്പത്തിക മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതിന് അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എങ്കിലും പൊതുവിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ശുഭകരമായി പര്യവസാനിക്കും എന്ന് തന്നെയാണ് വിഷുഫലത്തിലൂടെ കാണുന്നത്. വിവാഹ കാര്യങ്ങളിലും ജോലിയിലും യാത്രകളിലുമെല്ലാം കൂടുതൽ ശുഭഫലങ്ങളാണ് ഇടവക്കുറുകാരെ കാത്തിരിക്കുന്നത്. ഇനി മിഥുനക്കുറുകാരെക്കുറിച്ചാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നക്ഷത്രക്കുറുകാർക്ക് വിഷുഫലം ശുഭഫലം നൽകുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും വീണ്ടെടുക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് യോഗഭാഗ്യങ്ങൾ കാണുന്നു. ധനപുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക മേഖലയിൽ ശോഭിക്കാൻ കഴിയും. യാത്രകൾക്കും വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ
യോഗഭാഗ്യങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. അതുപോലെ വാഹനം വാങ്ങാനുള്ള യോഗങ്ങൾ, ഭൂമി ഇടപാടുകളിലൂടെ ധനസമ്പാദന യോഗം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ നക്ഷത്രക്കുറുകാരെ തേടി വരുന്നതായിട്ട് കാണുന്നു. കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് പല രീതിയിലും ഗുണാനുഭവങ്ങൾ വരുന്നൊരു സമയമായിട്ടായിരിക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള സമയം വരുന്നത്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി തുടങ്ങി 2.5 വർഷമാണ് കണ്ടകശനി ഉള്ളത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ജാതക വിധിപ്രകാരം, അതായത് ഒരാളുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്രകാരം ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഈ സമയത്ത് ചെയ്തു പോകേണ്ടതുണ്ട്. എന്നാൽ വിഷുഫലപ്രകാരം ചിന്തിക്കുമ്പോൾ കൂടുതലും ശുഭാനുഭവങ്ങൾ വരുന്ന നക്ഷത്രക്കാരിൽ മിഥുനക്കുറുകാരുമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി കർക്കിടക്കുറുകാരെക്കുറിച്ചാണ്. പുണർത്തത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം. ഈ നക്ഷത്രക്കുറുകാരുടെ അഷ്ടമശനി മാറിയിരിക്കുകയാണ്. ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന കാലയളവായിട്ടാണ് വിഷുക്കാലം ഇവർക്ക് വന്നു ചേരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വിഷുവിന് മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പല കർമ്മങ്ങളിലൂടെയും ഈ ഒരു വിഷുക്കാലം മുതൽ മുന്നോട്ടേക്ക് ശുഭഫലങ്ങൾ ഇവർക്ക് നേടാൻ കഴിയും. ജോലിയിൽ പുരോഗതി ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും വിദേശത്ത് പോകാനുള്ള യോഗഭാഗ്യങ്ങളുമൊക്കെ കർക്കിടക്കുറുകാർക്ക് കാണുന്നുണ്ട്. വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള യോഗഭാഗ്യങ്ങൾ കാണുന്നു. തർക്കങ്ങൾ, വഴക്കുകൾ, കേസുകൾ എന്നിവയിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം പരിഹാരമുണ്ടാകുന്നൊരു വർഷമായിട്ട് ഈ ഒരു വിഷുക്കാലം മാറും. പൊതുവിൽ ചിന്തിക്കുമ്പോൾ കർക്കിടക്കുറുകാർക്കും ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ധനപുരോഗതി ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷക്കാലമായിട്ട് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള സമയം കാണുന്നു. ഇനി ചിങ്ങക്കുറുകാരെക്കുറിച്ചാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 കഴിഞ്ഞിരുന്ന നക്ഷത്രക്കുറുകാർക്ക് കണ്ടകശനി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യഭർത്തൃ ബന്ധത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ, വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള യോഗഭാഗ്യങ്ങൾ, വാഹനം, മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാനുള്ള ചില യോഗഭാഗ്യങ്ങൾ എന്നിവ കാണുന്നു. നിലവിലുണ്ടായിരുന്ന പല ക്ലേശങ്ങളും മാറി ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തർക്കം, വഴക്ക്, കേസ് എന്നിവയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്നൊരു കാലയളവായിട്ട് ഈ ഒരു കാലയളവ് മാറുന്നു എന്നുള്ളതാണ്. കണ്ടകശനി കാലത്ത് അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണാൻ ഈ ഒരു കാലയളവിൽ കഴിയും. വിഷുവിന് ശേഷം ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കുറുകാർക്ക് ശുഭാനുഭവങ്ങളാണ് കൂടുതലും കാണുന്നത്. എന്നാൽ ഇവിടെ ശനി അഷ്ടമഭാവത്തിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ നല്ലതാണ്. എങ്കിലും വിഷുക്കാലത്ത് കൂടുതലും ശുഭാനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് കാണുന്നത്. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകാം. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയും അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയുമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. അത്തരത്തിൽ ഏതെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ വരുന്നുവെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ഈ സമയത്ത് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതിന് ജാതകത്തിലെ ഗ്രഹനില മുൻകൂട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പൊതുവിൽ അഷ്ടമശനി കാലം ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എങ്കിലും അത്യപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് ഈ പ്രയാസങ്ങൾ കാണുകയുള്ളൂ. ഇവരാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കണ്ടകശനി മാറുന്നതോടുകൂടി ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാനുള്ള യോഗങ്ങൾ, അതുപോലെ ഉന്നത അധികാരികളുമായിട്ട് ഇടപഴകിയുള്ള ജോലികൾ, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള യോഗഭാഗ്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്ക് ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധ്യതയുണ്ട്. ശരീരക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലയളവ് ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ യോഗഭാഗ്യങ്ങളോട് കൂടിയതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി കന്നിക്കുറുകാരെക്കുറിച്ചാണ്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 40 നാഴിക, അത്തം, ചിത്രയുടെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കുറുകാർക്കും ഈ വിഷുക്കാലം ശുഭകരമായി കാണുന്നു. ദേവപ്രീതിയുള്ള കാലമാണ്. മാത്രവുമല്ല, വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. മംഗളകരമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു. കുറച്ച് നാളുകളായിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സം കൂടാതെ നടക്കാനുള്ള യോഗങ്ങളും, അതോടൊപ്പം തന്നെ ധനം മുടക്കി ചില മൂല്യവസ്തുക്കൾ വാങ്ങാനുള്ള യോഗഭാഗ്യങ്ങളും ഒക്കെ ഈ വിഷുക്കാലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. വീട് വെക്കാനും സ്ഥലം വാങ്ങാനും യോഗങ്ങൾ ഈ ഒരു കാലത്ത് കന്നിക്കുറുകാർക്കുണ്ട്. ഇവർ വിചാരിക്കുന്ന ഏതൊരു കാര്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലയളവായിട്ടാണ് ഈ ഒരു സമയം വരുന്നത്. എന്നാൽ ദേവപ്രീതിക്കായിട്ട് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയത്ത് എളിമയോടുകൂടി ആ നേട്ടങ്ങളെ വിലയിരുത്താൻ കഴിയേണ്ടതുണ്ട്. മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ എളിമയോടുകൂടി പെരുമാറാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്രകാരമൊക്കെ വിഷു മുതൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ഒരു വിഷുക്കാലത്തിന് ശേഷം അടുത്ത വിഷു വരെയുള്ള കാലയളവ് കന്നിക്കുറുകാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു കാലയളവായി മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി തുലാക്കുറുകാരെക്കുറിച്ചാണ്. ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രക്കുറുകാർക്ക് ഒരുപാട് യോഗഭാഗ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ വിഷു തുടങ്ങി മെയ് 14 ശേഷമാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതൽ യോഗഭാഗ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ഈശ്വരഭാഗ്യം മെയ് 14 ശേഷം ഈ നക്ഷത്രക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും വിഷുവിൻ്റെ തുടക്കത്തിൽ ചില ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കുറുകാരെ കാത്തിരിക്കുന്നു.
ചില ആളുകളുടെ ജാതകത്തിൽ സൗഭാഗ്യ യോഗമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വിഷുവിൻ്റെ തുടക്കം മുതൽ തന്നെ അങ്ങോട്ടേക്ക് ധനപുരോഗതി കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനാഗമന യോഗമൊക്കെ ഈ ഒരു സമയത്ത് തുലാക്കുറുകാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മെയ് 14 ശേഷം മഹാഭാഗ്യ യോഗമാണ് ഈ നക്ഷത്രക്കുറുകാർക്കുള്ളത്. എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന സമയമായിട്ട് മെയ് 14 ശേഷം മാറും എന്ന് കാണുന്നു. നമുക്കറിയാം, കാലവർഷമൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ എല്ലാ നക്ഷത്രക്കുറുകാർക്കും നിൽക്കുന്ന സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകും. എങ്കിലും നക്ഷത്ര യോഗ വിധി പ്രകാരം അതിനെയൊക്കെ തരണം ചെയ്യാനും സൗഭാഗ്യങ്ങൾ നേടാനുമൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് പിന്നീട് സാധിക്കും. അത്യപൂർവമായിട്ടുണ്ടാകുന്ന ഇത്തരം ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മുൻകരുതലുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എടുക്കേണ്ടതുണ്ട്. എങ്കിലും പൊതുവെ ചിന്തിക്കുമ്പോൾ സൗഭാഗ്യമായിരിക്കുന്ന ഒരു വർഷമാക്കി മാറ്റാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. വിഷുഫലം തുലാക്കുറുകാർക്ക് ദേവഭാഗ്യം വന്നു ചേരുന്ന കാലയളവായിട്ടാണ് കാണുന്നത്. മെയ് 14 വരെ ഇവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ശുഭഫലങ്ങൾ പിന്നീടാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് ലഭിക്കാനുള്ള സാധ്യത. വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ഒരു ദിവസമാണ് മെയ് 14 എന്ന് പറയുന്നത്. അതായത് മേടം 31 എന്ന് പറയുന്ന തീയതി. ആ ഒരു ദിവസത്തിന് ശേഷം അപ്രതീക്ഷിത ധനാഗമന യോഗവും സൗഭാഗ്യങ്ങളും ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന യോഗഭാഗ്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് വരുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കാനും അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യാനുള്ള യോഗങ്ങളും ഈ സമയത്ത് വന്നു ചേരും. സംഗീതാദികളിൽ ശോഭിക്കാൻ കഴിയും. മറ്റ് പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശുഭഫലങ്ങൾ മെയ് 14 ശേഷം ഈ നക്ഷത്രക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. വിഷുവിൻ്റെ തുടക്കത്തിൽ ഭാഗ്യദിനങ്ങളായിട്ടും പിന്നീട് ചില പരീക്ഷണങ്ങളും അതിനുശേഷം മഹാഭാഗ്യ യോഗവുമാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് വിഷുഫലത്തിലൂടെ കാണുന്നത്. ഇനി വൃശ്ചികക്കുറുകാരെ കുറിച്ചാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും മഹാഭാഗ്യ യോഗം മേടം 1 കൂടി തുടങ്ങുകയാണ്. വിഷുവിൻ്റെ അന്നേ ദിവസം തന്നെ ഈ നക്ഷത്രക്കുറുകാർക്ക് ധനപുരോഗതിയും സൗഭാഗ്യ യോഗവും ഒക്കെ വരുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ സന്തോഷത്തോടുകൂടി വരവേൽക്കാൻ ഈ നക്ഷത്രക്കുറുകാർ പരിശ്രമിക്കേണ്ടതാണ്. നിലവിലെ കണ്ടകശിനിയൊക്കെ മാറി സൗഭാഗ്യ യോഗം ഈ നക്ഷത്രക്കുറുകാർക്ക് വന്നിരിക്കുകയാണ്. അവരവരുടെ ഭവനത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. യാത്രകൾ ചെയ്യാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. കലഹങ്ങൾ മാറും. അതുപോലെ നിയമപ്രശ്നങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറി ഈ വിഷുക്കാലത്തിന് ശേഷം മുന്നോട്ടേക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കാർഷിക ആദായം പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്നിവർക്ക് ശുഭഫലങ്ങളാണ് കൂടുതലും കാണുന്നത്. എന്നാൽ കാലവർഷക്കെടുതി കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് നക്ഷത്രവിധി പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകാം. ചില ആളുകളെങ്കിലും കണ്ടകശിനിയൊക്കെ മാറിയല്ലോ, ഇനിയിപ്പോൾ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ കണ്ടകശിനി കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാലങ്ങളിലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊതുവായി ചിന്തിക്കുമ്പോൾ ദോഷഫലങ്ങൾ കുറവുള്ളതായിട്ടും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ കൂടുതലും സൗഭാഗ്യ യോഗങ്ങളുള്ളതായിട്ടുമാണ് വിഷുഫലത്തിലൂടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മേടം 31 ശേഷം വ്യാഴം ഈ നക്ഷത്രക്കൂറിൻ്റെ അഷ്ടമഭാവത്തിലേക്ക് മാറുന്നു. അപ്രകാരം വരുമ്പോൾ കൂടുതൽ ദേവപ്രീതിക്കായി പരിശ്രമിക്കാനും പ്രാർത്ഥന കൈവെടിയാതെ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രകാരമൊക്കെ മുന്നോട്ട് പോയാൽ ഈ ഒരു വിഷുക്കാലം, അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശുഭകരമായ സമയമാക്കി മാറ്റാൻ വൃശ്ചികക്കൂറുകാർക്കും സാധിക്കുന്നതാണ്. ഇനി ധനക്കുറുകാരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ഈ 3 നക്ഷത്രക്കാർക്കും വരാൻ പോകുന്ന ഭാഗ്യമെന്ന് പറയുന്നത് ദേവപ്രീതി വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള ശത്രുതകളൊക്കെ മാറി സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ കുടുംബാന്തരീക്ഷത്തിലും മറ്റ് എല്ലാ മേഖലയിലും വരാൻ പോവുകയാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ശത്രുതകളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള ഒരു സമയമായിട്ട് ഈ ഒരു കാലയളവ് മാറും. അതോടൊപ്പം തന്നെ ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗങ്ങളുണ്ടാകും. മംഗളകരമായ പല കാര്യങ്ങളിലും പങ്കെടുക്കാനും യാത്രകൾ ചെയ്യാനും ഒക്കെയുള്ള യോഗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വിദ്യ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഗുരുവിനെ ലഭിക്കാൻ വിഷുവിന് ശേഷം സാധ്യതയുണ്ട്. മെയ് 14 ശേഷം വ്യാഴം 7ാം ഭാവത്തിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള ചില യോഗങ്ങളുണ്ട്. എങ്കിലും ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ വിവാഹം നടക്കാത്ത ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വരും. എങ്കിലും അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ദോഷഫലങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഈ ഒരു കാലയളവിൽ ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ദൂരയാത്രകൾ, ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുക, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന യോഗങ്ങളുമൊക്കെ ഈ ഒരു കാലയളവിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത്, മാർച്ച് 29 ശേഷം ഈ നക്ഷത്രക്കുറുകാർക്ക് കണ്ടകശിനി ആരംഭിച്ചിരിക്കുകയാണ്. വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ദോഷഫലങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകുന്നത് നല്ലതാണ്. മറ്റ് കാര്യങ്ങളിലെല്ലാം ശുഭഫലങ്ങൾ തന്നെയാണ്.
ധനുക്കൂറുകാർക്ക് വിഷുഫലത്തിലൂടെ കാണുന്നത്. ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാത്തതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ദോഷഫലങ്ങളില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷുഫലത്തിൽ പറയേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും കൂടുതലായിട്ട് എടുത്തു പറയുമ്പോൾ കൂടുതൽ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് സന്താനങ്ങളെക്കുറിച്ച് പ്രത്യേകം പ്രതിപാദിക്കാത്ത കാര്യങ്ങളിൽ സന്താനങ്ങളെ കൊണ്ട് ദോഷങ്ങളില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവായി ചിന്തിക്കുമ്പോൾ ധനുക്കൂറുകാർക്കും സന്തോഷ അനുഭവങ്ങളാണ് ഈ വിഷുക്കാലത്ത് കൂടുതലായിട്ടും വരാനായിട്ട് പോകുന്നത്. ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 40 ഞാഴിക തിരുവോണവും അവിട്ടത്തിൻ്റെ ആധിപത്യം ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ വിഷുക്കാലം മനോഹരമായൊരു കാലമായി മാറാൻ പോകുന്നു. പ്രത്യേകിച്ച് ഏഴരശനിയൊക്കെ മാറിയൊരു സമയമാണ്. സന്തോഷം നിറഞ്ഞ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുക, ദൂരയാത്രകൾ ചെയ്യുക, വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് വരാനുള്ള യോഗഭാഗ്യങ്ങൾ, അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗങ്ങളൊക്കെ ഈ വിഷുഫലത്തിൽ കാണുന്നു. അതോടൊപ്പം തന്നെ മൂല്യവസ്തുക്കൾ ശേഖരിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാലയളവായിട്ട് മകരക്കൂറുകാർക്ക് ഈ ഒരു കാലം മാറുകയാണ്. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലയിലും ശുഭാപ്തി വിശ്വാസത്തിൽ പ്രവർത്തിച്ച് വിജയം കൈവരിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. നിലവിൽ അനുഭവിക്കുന്ന പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ മാറി സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങളാണ് മകരക്കൂറുകാർക്കും വിഷുഫലമായിട്ട് കാണുന്നത്. ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൊരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക നക്ഷത്രക്കൂറുകാർക്ക് വിഷുഫലം മഹാഭാഗ്യ യോഗമാണ് കാണിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജന്മശനി മാറിയിരിക്കുന്ന ഒരു കാലയളവാണ്. ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ മാനസിക ഉല്ലാസത്തോടുകൂടി ഏതൊരു കാര്യത്തിലും പങ്കെടുക്കാനും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നേടാനും ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും. പല നല്ല കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസത്തിൽ പ്രവർത്തിച്ച് ശുഭഫലങ്ങൾ നേടാനും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ അന്നത്തെ ദിവസം മുതൽ, അതായത് മേടം 1 മുതൽ അടുത്ത മേടം 1-ാം തീയതി വരെയുള്ള ഒരു ഫലമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ഒരു കാലയളവിൽ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു കാലയളവായിട്ടാണ് കുംഭക്കൂറുകാർക്കും വിഷുഫലം കാണിക്കുന്നത്. കഴിവതും അവരവരുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥന ചെയ്തു പോകണം. അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ശാരീരിക ക്ലേശങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയും ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു കാലയളവായിട്ട് തന്നെ കുംഭക്കൂറുകാർക്കും ഈ ഒരു കാലയളവ് മാറും എന്നുള്ളതാണ്. ഈ ഒരു നക്ഷത്രഫലം കേൾക്കുമ്പോൾ ഒട്ടുമിക്ക നക്ഷത്രക്കാരെക്കുറിച്ചും നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. എന്നാൽ വിഷുഫലപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത്തരം ഫലങ്ങളാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് എല്ലാവർക്കും തന്നെ നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. മീനക്കൂറുകാർക്ക് ചതുർഗ്രഹ യോഗം ഇപ്പോൾ നടക്കുകയാണ്. സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് നക്ഷത്രക്കൂറുകാർക്കുണ്ട്. എന്നാൽ ജന്മശനിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഷുഫലം പരിശോധിക്കുമ്പോൾ സർഗാത്മകമായ കഴിവുകൾ ഉള്ള ആളുകൾക്ക്, അതായത് കലാരംഗത്തൊക്കെയുള്ള ആളുകൾക്ക് വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തിൽ പ്രവർത്തിക്കാനും അതിലൂടെ ശുഭഫലങ്ങൾ നേടാനും കഴിയുന്നതായി കാണുന്നു. പേരും പ്രശസ്തിയും നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം നടക്കാത്ത ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വരാനുള്ള സാധ്യത ഈ ഒരു കാലയളവിലുണ്ട്. മാത്രമല്ല പഠന രംഗത്ത് വളരെയേറെ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷുവിന് ശേഷം അടുത്ത വിഷു വരെയുള്ള കാലയളവിൽ വിദ്യാരംഗത്ത് ശോഭിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും. ജോലിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ശുഭകരമായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും. ഇനി മൂല്യവസ്തുക്കൾ വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതായി കാണുന്നു. വാഹനാദികൾ കൊണ്ട് ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. നാൽക്കാലികളെ കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ കാർഷികപരമായിട്ടുമൊക്കെ നല്ല ഫലങ്ങൾ തന്നെയാണ് മീനക്കൂറുകാർക്കും ഈ ഒരു വിഷുഫലം നൽകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.